സോ ഗൈസ് ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് വീട്ടിലേക്ക് വന്നേക്കുക. ഷെൽബിൻ്റെ പപ്പടം ബർത്ത്ഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉൾപ്പടച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നമ്മുടെ ആറിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, പപ്പ നമ്മളെ പുറകിൽ പറമ്പിലേക്ക് വിളിച്ചിട്ടുണ്ട്, പറമ്പിൽ ഓരോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പറമ്പിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് പപ്പ പുതിയതായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക പറമ്പ്. ഇപ്പം പുതിയൊരു ചെടി വിട്ടിട്ട് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വാഴയും അതുപോലെ കുറേ ചെടികളൊക്കെ ഡ്രമ്മിനകത്ത് നട്ട് വെക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പുട്ടും പഴവും. നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതേ അപ്പച്ചൻ ഇന്ന് കപ്പ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. വൈകിട്ടത്തെ കാണാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ വന്നു. ബീഫ് അങ്ങനെ മുഴുത്ത പീസ് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് മേടിച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വീട്ടിൽ പോകാം. കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നിടയ്ക്ക് പപ്പായ്ക്ക് ഉച്ചയ്ക്ക് ലെൻസ് കാർട്ട് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, കണ്ണാടിയൊക്കെ മാറാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ലെൻസ് കാർട്ടിലോട്ട് തിരുവല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പൊടിയാടി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ലെൻസ് കാർട്ട് എത്തി ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കാൻ കണ്ണാടിയൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഷെൽബിനും പപ്പ ഇങ്ങനെ മിററൊക്കെ നോക്കിയിട്ടുണ്ട്. നമുക്കൊരു മിറർ സെൽഫി ഞങ്ങൾക്ക് അയച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഷെൽബിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാക്സ് വരെ എത്തിയേക്കുക. മാക്സിലാണ് നമ്മൾ യൂഷ്വലി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. മാക്സിൽ കളക്ഷൻ കുറവാണെന്ന് പപ്പ അവിടെ അവരോട് ഓപ്പണായിട്ടങ്ങ് പറഞ്ഞു. ഇപ്രാവശ്യം വളരെ കളക്ഷൻ കുറവായിരുന്നു. അപ്പോൾ അവിടുന്ന് അവന് ഏതാണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു, ഏതാണ്ടൊക്കെ എടുത്തു. അപ്പോഴാണ് നല്ല മഴക്കോളുണ്ടായിരുന്നു. നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ജ്യൂസിൽ കയറി നമ്മളൊരു കാപ്പി റോളും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തോ നോക്കിയാൽ അവസാനം ഒരേ സാധനം തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി ഒരു കാപ്പി റോളും ഓറിയോ ഷേക്കോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയപ്പോഴേക്കും നല്ല മഴയായിരുന്നു, കിടിലം മഴയായിരുന്നു. ആ മഴയൊക്കെ കൊണ്ട് അങ്ങനെ വീണ്ടും റോഡിൽ കുറച്ച് നേരം പോസ്റ്റാക്കിയിരുന്നു. പിന്നെ ചർച്ചിൽ പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ പോയി തിരിച്ച് അപ്പോഴാണ് നമ്മുടെ കപ്പ ബിരിയാണി വീട്ടിലുണ്ടാക്കി സെറ്റാക്കിയായിരുന്നു. അപ്പോൾ കപ്പ ബിരിയാണി അവരെല്ലാം കഴിച്ചുകൊണ്ട് എനിക്ക് ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഷെൽബിൻ്റെ ബർത്ത്ഡേക്ക് തലേദിവസം മന്തി കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ മന്തിയുടെ ക്ലിപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അവനിങ്ങനെ നോക്കിയിരിക്കുക മന്തി കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ സാധനം വരും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മന്തി ഇപ്പോൾ വരും. ഓക്കെ, അവനത് കണ്ടു കഴിഞ്ഞാൽ കാച്ചായിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും മന്തി എത്തിയിരിക്കുകയാണ്. നമ്മളെ സ്പെഷ്യലായിട്ട് ഹണി ചില്ലി അതുപോലെ വേറെ എന്തൊക്കെയോ ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നമുക്ക് മന്തി കഴിച്ചാൽ മതി. അതാണ് നമ്മുടെ ഫൈനൽ ലക്ഷ്യം എന്ന് പറയുന്നത്. നൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊരു പിടി പിടിക്കും എന്നുള്ള രീതിയിലാണ് ഷെൽവിന് ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ സൺഡേ ആയിരുന്നു. പിറ്റേ ദിവസം ചർച്ചിലൊക്കെ പോയി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് കാന്താരി വരെ വന്നേപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ അച്ഛന്മാരൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചൊരു ചായയും പരിപ്പുവടയും സമൂസ ഏതാണ്ടൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് ഞാൻ അന്ന് വൈകിട്ട് തന്നെ കോഴിക്കോട് പോവുക. ഓക്കെ, അവിടെ അത്യാവശ്യം നൈസ് വ്യൂ ആയിരുന്നു. നൈസൊരു ആംബിയൻസിൽ നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയത്തു നിന്നാണ് എൻ്റെ ബസ്. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ ഏറെ കയറ്റുന്ന പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു. അതിൻ്റെ ഫോട്ടോസാണ് ഇപ്പം ആഡ് ചെയ്തേക്കുന്നത്. കാൻഡിഡാണിത്. പിന്നെ കാന്താരിയുടെ ഒരു എസ്തറ്റിക് വ്യൂ ഒക്കെ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങനെ കോഴിക്കോട് എത്തിയാണ്ട് പൊറോട്ടയൊക്കെ അടിച്ചു. പിന്നെ അവിടുന്ന് നേരെ റൂമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ചെറിയൊരു വ്ളോഗായിരുന്നു.